നമ്മൾ സ്മാർട്ടിൽ സ്ക്രൂട്ടണി ചെക്കിങ് ചെയ്യുമ്പോൾ വരുന്ന ബേസിക് എറേഴ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവർ തന്നെ സ്മാർട്ടിൻ്റെ സൈഡിൽ കാണിക്കുന്ന ടേബിളാണിത്. അപ്പോൾ ഈ ടേബിളിൽ 10 പോയിൻറ്റ്സ് ആണുള്ളത്. ഈ 10 പോയിൻറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എറേഴ്സ് മാറ്റാൻ പറ്റും. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് എപ്പോഴും മീറ്ററിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ മീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എറർ കാണിക്കുന്നത് മീറ്ററിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല കാണിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ എറർ കാണിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് എറർ ചെക്ക് ആഫ്റ്റർ സം ടൈം എന്നായിരിക്കും. അങ്ങനെ ഒരു എറർ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ 10 പോയിൻറ്റ്സും ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് ഓരോന്നും ചെക്ക് ചെയ്ത് മാറ്റുക. ആ ഒരു എറർ മാറ്റാനായിട്ട് ഇതേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് എപ്പോഴും ഡ്രോയിങ് 1:1 സ്കെയിലിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് ആണെങ്കിൽ ബ്ലോക്ക് റെഫറൻസ്. എനിക്ക് മിക്കപ്പോഴും വരുന്നൊരു കറക്ഷനാണ്, എററാണ് ബ്ലോക്ക് റെഫറൻസ്. നമുക്ക് ബ്ലോക്ക് റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആയിരിക്കില്ല എറർ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് എറർ ചെക്ക് ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞിട്ടായിരിക്കും. പിന്നെ അടുത്തൊരു എററാണ് ഇൻ്റർ കണക്റ്റഡ് ഹാച്ചസ്. നമ്മൾ സ്മാർട്ട് ഡ്രോയിങ്ങിൽ ഒരിക്കലും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഹാച്ചസ് കൊടുത്ത് ചെയ്യരുത്. വളരെ ചില സമയങ്ങളിൽ മാത്രം നമുക്ക് ഒരു 1-2 ഹാച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എററൊന്നും കാണിക്കില്ല. പക്ഷേ മിക്കപ്പോഴും കാണിക്കാറുണ്ട് എറർ ഇൻ്റർ കണക്റ്റഡ് ഹാച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രോയിങ്ങിൽ ഹാച്ച് ഒഴിവാക്കി കാണിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ഹാച്ചസ് ഒഴിവാക്കി കാണിക്കാം. ഈ ഹാച്ചിൻ്റെ എറർ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാച്ചിൻ്റെ എറർ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല വരുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് എറർ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ എലിമെൻസും നമ്മുടെ ഡ്രോയിങ്ങിലെ എല്ലാ എലിമെൻസും ലെയറിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും 0 ലെയറിൽ സെറ്റ് ചെയ്യരുത്. 0 ലെയറിൽ സെറ്റ് ചെയ്താലും എറർ കാണിക്കും. അതുപോലെ തന്നെ ലൈൻ വെയ്റ്റ്സ് ബൈ ഡിഫോൾട്ട് ആക്കി ഇടുക, അല്ലെങ്കിൽ ബൈ ലെയറിലാക്കി ഇടുക. അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ ലൈൻ വെയ്റ്റ് സെലക്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ടിൻ്റെ സ്റ്റൈൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ എറർ കാണിക്കും. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കില്ല. സ്മാർട്ടിൻ്റെ സ്റ്റൈലിലല്ല ഡയമെൻഷൻ ഇട്ടേക്കുന്നത് എന്നായിരിക്കില്ല എപ്പോഴും കാണിക്കുന്നത്. നമുക്കത് കാണിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് എറർ ചെക്ക് ആഫ്റ്റർ സം ടൈം എന്നായിരിക്കും. എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെക്ക് ചെയ്ത് മാറ്റാറുള്ളതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് സ്മാർട്ട് ഡ്രോയിങ് അക്കോർഡൻസ് വിത്ത് സ്മാർട്ട് ഡ്രോയിങ് പ്രിപ്പറേഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്മാർട്ടിൻ്റെ സൈഡിൽ സ്മാർട്ടിൻ്റെ ലെയർ സെറ്റ് ചെയ്യാനുള്ള ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ഡ്രോയിങ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം. പഴയതിനേക്കാളും കുറച്ചും കൂടി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് പുതിയ ഓട്ടോക്യാഡ് ഫയലിൽ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴയ റെഫറൻസും പുതിയ റെഫറൻസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറേഴ്സ് വരും. പിന്നെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഡ്രോയിങ് ഇപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഡിലീറ്റ് ചെയ്തു എന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ പർജ് ചെയ്യണം. പർജ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ സേവ് ചെയ്ത് ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോഴും നമുക്ക് കുറേ എറേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടും. നമ്മൾ പർജ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും അതിൽ എറർ കാണിക്കും. നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റ് അതിൽ കിട്ടില്ല. ഇപ്പോൾ ബ്ലോക്ക് റെഫറൻസ് നമ്മൾ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി, എന്നിട്ടത് ബ്ലോക്ക് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർജ് ചെയ്യണം. പർജ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ എറർ അതുപോലെ തന്നെ അവിടെ കിടക്കും. പിന്നെ വേറൊരു ബേസിക്കായിട്ട് വരുന്ന എററാണ്, നമ്മളിപ്പോൾ ഉദാഹരണത്തിനൊരു ഗ്രൗണ്ട് ലെവലിൻ്റെ ലൈൻ, റൂഫ് ലെവലിൻ്റെ ലൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ ഡ്രോയിങ്ങിൽ. പക്ഷേ എററായിട്ട് നമുക്ക് വരുവാണ് ഇത് രണ്ടും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എറർ വരാറുണ്ട്. എനിക്ക് മിക്കപ്പോഴും വരാറെന്നുള്ള ഒരു എററാണ്.
അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നേരത്തെ സ്ക്രൂട്ടണി പാസ്സായ ഡ്രോയിങ്ങിൽ നിന്ന് ഈ 2 ലൈനും കോപ്പി എടുത്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ലൈനും ഡിലീറ്റ് ചെയ്ത് പർജ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ മിക്കപ്പോഴും സ്ക്രൂട്ടണി പാസ്സാവും. എന്നിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂട്ടണി നേരത്തെ പാസ്സായ ഫയൽ എല്ലാ ഡ്രോയിങ്ങും ക്ലിയർ ചെയ്തിട്ട്, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പ്രൊപ്പോസ്ഡ് ഡ്രോയിങ് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, പർജ് ചെയ്യുക, സേവ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക DXF ഫയലാക്കിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് പാസ്സായി കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് എറേഴ്സാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇനിയുണ്ട്, നമുക്ക് നോക്കാം. എനിക്ക് വരുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം.